വീണ്ടും ഒരു ആണവ യുദ്ധമോ? ഒട്ടേറെ യുദ്ധങ്ങൾ കണ്ട് തലമറവിച്ച മനുഷ്യ മനസാക്ഷിക്ക് വീണ്ടും ഒരു യുദ്ധം താങ്ങാനുള്ള കഴിവുണ്ടോ? ടെക് ഭീമനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഈ പ്രവചനം നടത്തിയത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ഒരു ആണവ യുദ്ധം വരെ സംഭവിച്ചേക്കാമെന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത്. ഈ പ്രവചനം വെറും ഊഹമാണോ അതോ ഒരു മുന്നറിയിപ്പോ? എക്സിൽ ആഗോളതലത്തിൽ ആണവ പ്രതിരോധത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ത്രെഡിലായിരുന്നു മസ്കിന്റെ അഭിപ്രായ പ്രകടനം. യുദ്ധഭീഷണികൾ ഇല്ലാത്തതിനാൽ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് ഭരണത്തിലുള്ള കാര്യക്ഷമതയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഹണ്ടർ ആഷ് എന്ന എക്സ് ഉപഭോക്താവിന്റെ പോസ്റ്റിലാണ് മസ്ക് മറുപടി നൽകിയത്. ആണവായുധങ്ങൾ കൈവശമുണ്ടെന്ന വസ്തുത ലോക രാജ്യങ്ങളിലെ പ്രബല ശക്തികൾക്കിടയിലുള്ള യുദ്ധ സാധ്യതയെ തടയുന്നുണ്ട്. യുദ്ധഭീഷണി ഇല്ലാത്തതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യം ഇപ്പോഴത്തെ സർക്കാരുകളെ മോശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങൾക്ക് മെച്ചപ്പെടാൻ ഒരു സമ്മർദ്ദവുമില്ല എന്നാണ് ഹണ്ടർ ആഷ് എക്സിൽ കുറിച്ചത്. ഇതിന് വളരെ ലളിതവും പരിമിതവുമായ വാക്കുകളിലാണ് മസ്ക് മറുപടി നൽകിയത്. യുദ്ധം അനിവാര്യമാണ്. 5 വർഷം കൂടിപ്പോയാൽ 10, മസ്ക് എക്സിൽ കുറിച്ചു. അതായത് മസ്കിന്റെ അഭിപ്രായത്തിൽ 2030 തന്നെ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. എന്നാൽ തന്റെ വാക്കുകൾക്ക് കൂടുതൽ വ്യക്തതയോ വിശദീകരണമോ നൽകാൻ മസ്ക് തയ്യാറായില്ല. ഒരു പക്ഷേ ഭാവിയിലെ ഒരു പ്രതിസന്ധിയെ നേരിടാൻ സർക്കാരുകൾ ഉടൻ തന്നെ തയ്യാറെടുക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കാനുള്ള മസ്കിന്റെ ഒരു മാർഗമായിരിക്കാം ഇത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഒരു പ്രമുഖ വ്യക്തി എന്ന നിലയിലുള്ള മസ്കിന്റെ സ്വാധീനവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ സൂത്രധാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മസ്കിന്റെ XAIയിൽ നിന്നുള്ള AI ചാറ്റ് ബോട്ടായ ഗ്രോക്കിൽ നിന്ന് വിശദീകരണം നേടാനും എക്സിലെ ചില ഉപയോക്താക്കൾ ശ്രമിച്ചു. യൂറോപ്പിലെ സാധ്യമായ കുടിയേറ്റ പ്രതിസന്ധികളും ആഗോള സംഘർഷങ്ങളുടെ ഭീഷണിയും ഉൾപ്പെടെ ലോകക്രമത്തെക്കുറിച്ചുള്ള ടെക് ശതകോടീശ്വരന്റെ മുൻ പ്രസ്താവനകളിലേക്കാണ് ഈ ചാറ്റ് ബോട്ട് വിരൽ ചൂണ്ടിയത്. അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളിൽ വൻതോതിലുള്ള കുടിയേറ്റവും സ്വതരാഷ്ട്രീയവും കാരണം യൂറോപ്പ്, UK എന്നിവിടങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് മസ്ക് പറഞ്ഞിട്ടുണ്ട്. തായ്വാനെ ചൊല്ലി US, ചൈന പോലുള്ള രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആഗോള സംഘർഷങ്ങളെ കുറിച്ച് മസ്ക് പറഞ്ഞിട്ടുണ്ട്. ആണവ പ്രതിരോധങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ചൂണ്ടിക്കാട്ടി യുക്രൈൻ സംഘർഷം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വളരുന്നതിനെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ഗ്രോക്ക് നൽകിയ വിശദീകരണം.